തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ അള്ളാഹുബെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിൽ പോവാ. ചെറുപ്പക്കാരൊക്കെ കേൾക്കണം കേട്ടോടാ, ഈ ആൾക്കാരെ പിടിച്ചിട്ട് തെങ്ങിക്കെട്ടിയിട്ട് ഇടിക്കണം ചങ്ങാതിമാരെ, ഫോട്ടോ എടുക്കണമാരൊക്കെ കേട്ടോണം കേട്ടോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് രാത്രി ഇശാ കഴിഞ്ഞ് പോകുമ്പോ ഇങ്ങനെ തലയിൽ തുണിയിട്ടിട്ട് ഒരാൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോവാ രാത്രിയിലെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, പടച്ചവൻ ഇവൻ എവിടെ പോന്ന, ഇത് ആരാ അല്ലാഹ്, ഈ പോക്കത്ര നല്ല പോക്കല്ലല്ലോ. എടാ ഉമർ രാജ്യം ഭരിക്കുമ്പോ ഇങ്ങനെ ഒരുത്തം നടക്കുന്നുണ്ടോ? അന്ന് അവൻ അറിയണമല്ലോ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. ആ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഈ നാളിൽ തലയിൽ തുണിയിട്ടിട്ട് ഒരുത്തം പതുങ്ങി പോകുന്നെങ്കിൽ ഇവൻ എവിടെ പോകുന്ന ഈ രാത്രി? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ആളാരാണെന്നറിയണില്ല. ഇങ്ങനെ പതുങ്ങി 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 ഓരോ വീടുകളും കടന്ന് അവസാനം ഒറ്റയ്ക്കിരിക്കുന്നൊരു വീടിന്റെ മുന്നിൽ ചെന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരുമില്ല. പതുക്കെ പടച്ചവനെ അനുവാദം പോലും ചോദിക്കാതെ വീടിന്റെ അകത്തേക്ക് കയറി. അനുവാദം പോലും ചോദിച്ചില്ല. ഇസ്ലാം പറയുന്നത് അനുവാദം ചോദിക്കണമെന്നാണ്. ഈ മനുഷ്യൻ അനുവാദം പോലും ചോദിക്കാതെ അകത്തേക്ക് കയറുക. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടി ചെന്നിട്ട് നോക്കിയത് ആരാ അല്ലാഹ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ മുഖം കണ്ടു. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ ഭരണാധികാരിയ. രാത്രി ഒരു വീടിന്റെ അകത്ത് തലേ തുണിയിട്ടിട്ട് പതുങ്ങി കയറണേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുക, പടച്ചവനെ ആരാ അല്ലാഹ്, ഈ ഉമറിന്റെ മനസ്സ് കീഴടക്കിയ ആളാരാ? ഭയങ്കര അത്ഭുതം. പക്ഷെ നാട്ടുകാരെ ഒന്നും വിളിച്ചു കൂട്ടിയില്ല. മിണ്ടാതെ വീടിന്റെ പുറത്തിങ്ങനെ കാത്തുനിന്ന് ഒരുപാട് സമയം ഇറങ്ങി വരുന്നില്ല. അവസാനം വീടിന്റെ മുന്നിൽ ഒരടയാളം വെച്ചു. എന്നിട്ട് പോയി കിടന്നുറങ്ങി. ഒരടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഉറക്കം വരുന്നില്ല, എന്നിട്ട് ഉറങ്ങി. അവസാനം രാവിലെ എഴുന്നേറ്റു പള്ളിയിലേക്ക് വരുമ്പോ ഇമാമ് നിൽക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇന്നലെ രാത്രി തലേ തുണിയിട്ട് കയറിപ്പോയ ചങ്ങാതിയാ ഇമാമത്ത് നിൽക്കണേ. പുറകിൽ നിന്ന് നമസ്കരിച്ചു. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ആ ചിന്തയാ. സലാം വീട്ടി ഇറങ്ങി പതുക്കെ ഇന്നലെ അടയാളം വെച്ച വീടിന്റെ മുന്നിൽ പോയി. ഇന്നലെ രാത്രി അടയാളം വെച്ച വീട് തെരഞ്ഞു പോയി കണ്ടുപിടിച്ചു. വീടിന്റെ പുറത്തു പോയി നിന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അനുവാദം ചോദിച്ചു വീടിന്റെ അകത്തേക്ക് കടക്കാൻ. അപ്പൊ വീടിന്റെ അകത്ത് നിന്ന് മറുപടി വന്നു. പെണ്ണാണ് മറുപടി പറഞ്ഞത്. അപ്പൊ കൺഫേം ആയി. വീടിന്റെ അകത്ത് നിന്നിട്ട് കയറി വരാൻ അനുവാദം കൊടുത്തതാരാ? പെണ്ണിന്റെ ശബ്ദമാ കേട്ടത്. അപ്പൊ അതിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി. എന്നിട്ടും അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പോയില്ല. ഇനിയും കൺഫേം ആക്കണം. ആ വീടിന്റെ അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തേ ഉമർ തങ്ങൾ കയറിയത്? വീടിന്റെ അകത്ത് കയറി നോക്കുമ്പോ ഒരു പടുകിളവി, എല്ലും തോലുമായി കിടക്കുന്ന ഒരു ഉമ്മ. ആ ഉമ്മാന്റെ അടുക്ക പോയി ചോദിച്ചു, ഉമ്മ ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നല്ലോ, എന്തേ ഉമ്മ? മോനെ, എല്ലാ ദിവസവും വരും, എന്നെ കുളിപ്പിക്കും, എൻ്റെ മൂത്രവും കാഷ്ടവും കഴുകും, എൻ്റെ വസ്ത്രം കഴുകും. എനിക്ക് ഭക്ഷണം വെച്ചിട്ട് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മനുഷ്യൻ തന്നെ വായിൽ ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. അവിടെ നിന്ന് ചോദിച്ചു, ആരാണെന്നറിയൂ ഉമ്മ? പേര് പറഞ്ഞിട്ടില്ല മോനെ. എത്ര ചോദിച്ചിട്ടും പേര് പറയുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. കരഞ്ഞോണ്ടിറങ്ങി ഓടുക. ഓടി ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഞാൻ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണ തിരുത്തണം. അത് ശിർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളണം. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തുക തന്നെ വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ആ വ്യക്തിയോട് ചോദിച്ച് നിങ്ങൾ തിരുത്തണം. അല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് വലിയ പാപങ്ങളിൽ 70 വൻപാപങ്ങൾ എണ്ണിയതിൽ ഒരു പാപമാണ് തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമർ തങ്ങളുടെ കയ്യെ പിടിച്ച് കരഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ടതാ. ഒരു രാത്രിയെങ്കിലും നിങ്ങളെ ഞാൻ മോശക്കാരനായി കണ്ടു, നിങ്ങളൊരു പാപിയാണെന്നൊരു തെറ്റുകാരനാണ് ഞാൻ കണ്ടുപോയി, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. അപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇതാരോടും പറയാൻ പാടില്ല. അതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. സത്യം നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടാൽ മാത്രമേ നീ അത് പറയാനും ചെയ്യാനും പാടുള്ളൂ. ഇല്ലെങ്കിൽ വല്ലാഹി സത്യം, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാക്കുമാറാകട്ടെ. നമ്മൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, അവൻ ചെയ്തിട്ടല്ലേ ഉസ്താദെ പറഞ്ഞത്? അല്ലേ? നമ്മൾ പറയുന്ന ഒരു ന്യായം, അവൻ പെണ്ണ് പിടിച്ചിട്ടല്ലേ പറഞ്ഞത്, അവൻ മോശം നടത്തിയിട്ടല്ലേ പറഞ്ഞത്, അവൻ കള്ളു കുടിച്ചിട്ടല്ലേ പറഞ്ഞത്, അവൻ കൈയിട്ട് വാരിയിട്ടല്ലേ പറഞ്ഞത്, ഞാൻ വെറുതെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഉള്ളതല്ലേ പറഞ്ഞത്. എന്തൊരു ന്യായം ഇല്ലേ?
എങ്കിലും നിനക്ക് പറയാൻ എന്ത് അവകാശമുള്ള? അതാ ചോദ്യം. എടാ, ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ അല്ല നിന്നോട് ചോദിക്കത്തില്ല, എന്നോടല്ലേ ചോദിക്കും. നീ തെറ്റ് ചെയ്താൽ അല്ല നിന്നോട് ചോദിക്കൂ. എന്താ സിറാജ് നിന്നോട് ചോദിക്കത്തില്ല? എടാ, ഞാൻ പറയുന്നത്, ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് പരസ്യമാക്കാൻ നിനക്കെന്ത് അവകാശം? അവിടെയാണ് ചോദ്യം. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തിട്ടുണ്ടാകാം. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ നാട്ടിൽ വന്നൊരു മോഷണം നടത്തി എന്ന് സങ്കല്പിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. പ്രഭാഷണം ലൈവ് ഉണ്ടോ? എവിടെന്നാ കട്ടിങ് വരുന്നെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇത്രേ കാണത്തുള്ളൂ, ഞാൻ മോഷണം നടത്തി, ഇത്രേ കാണും. ചിലപ്പോ ഞാൻ നാളെ എന്തായിരിക്കും, ഇതിനെങ്ങനെ കാണത്തുള്ളൂ, സിറാജ് ഉസ്താദ് മോഷണം നടത്തി, ഞാൻ തന്നെ പറയല്ലേ മോഷണം നടത്തിയെന്ന്. ബാക്കി മുമ്പും ശേഷമൊന്നും ആർക്കും കേൾക്കണ്ട, അത് അള്ളാഹുവിന് മാത്രം അറിഞ്ഞാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. നമുക്ക് പിന്നെ ഇതൊക്കെ ശീലമല്ലേ. അപ്പൊ നമ്മൾ പഴത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയേ ഞാൻ ജീവിക്കണം. കുറച്ചു പേര് പറയുന്നു എൻ്റെത് കൂടെ തരാമെന്ന്. ഞാൻ എന്തിനാ വേണ്ടാന്ന് പറയണേ? രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കും. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അത് നോ പ്രോബ്ലം, അത് വിഷയമൊന്നുമല്ല, അത് വിട്ടേരെ. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ നാട്ടിൽ വന്നൊരു തെറ്റ് ചെയ്തു, നിങ്ങളെല്ലാവരും അറിഞ്ഞു. ഞാൻ പോയി, അൽഹംദുലില്ലാഹ്. ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, അല്ലാ, ഞാൻ ചെയ്തത് ശരിയായില്ല, അല്ലാ എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണം, പുറത്തരണം. ഞാൻ അള്ളാഹയോട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ മദ്രസയുടെ മുമ്പിൽ നിന്നിട്ട് 3-4 ചങ്ങാതിമാര് പറയാ, കൊണ്ടടാ, പണ്ട് മോഷണം നടത്തിയവനാ, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് മോട്ടിച്ചിട്ട് നാട്ടുകാർ തെങ്ങി കെട്ടിയിട്ടവൻ അതോ വരുന്നു എന്നെ കളിയാക്കുക. ഞാൻ ചെയ്തല്ലേ പറഞ്ഞത്? ചെയ്യാത്തത് പറഞ്ഞോ? ഇല്ല. പക്ഷെ നീ മനസ്സിലാക്കിക്കോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ, പശ്ചാത്തപിച്ചു മടങ്ങിയ തെറ്റിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയ, മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാട്ടുകാർ തെങ്ങി കെട്ടിയിട്ട് തല്ലും. അത് അനുഭവിച്ചിട്ട് നീ മരിക്കൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടുകൂടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നീയും അത് അനുഭവിക്കും, അനുഭവിച്ചിട്ട് നീ മരിക്കൂ. വെറുതെ ഒന്നും പോകില്ല. നീ അതെന്ത് ചെയ്താലും, കാരണം അതാണ് ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന വില.